വെള്ളക്കാരായ ആഫ്രിക്കക്കാർക്കെതിരെ വംശീയ വിവേചനം നടത്തുന്നതെന്നാരോപിച്ച് ദക്ഷിണാഫ്രിക്കയ്ക്കുള്ള സഹായം യു.എസ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെട്ടിക്കുറയ്ക്കുന്ന നടപടി കൈക്കൊണ്ടിരിക്കുകയാണ്. സാമ്പത്തിക സഹായം വെട്ടിക്കുറയ്ക്കുന്ന എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ട്രംപ് ഒപ്പുവയ്ക്കുകയും ചെയ്തു. അന്യായമായ വംശീയ വിവേചനമാണ് വെള്ളക്കാർക്കെതിരെ ദക്ഷിണാഫ്രിക്കൻ സർക്കാർ കാണിക്കുന്നതെന്നാരോപിച്ച ട്രംപ് വിവേചനം നേരിടുന്ന വെള്ളക്കാർക്ക് അഭയം നൽകുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. തൊഴിൽ, വിദ്യാഭ്യാസം, വ്യവസായം എന്നീ മേഖലകളിൽ വെള്ളക്കാരായവർക്ക് തുല്യ അവസരങ്ങൾ നഷ്ടപ്പെടുത്തുന്ന നയങ്ങളാണ് ദക്ഷിണാഫ്രിക്കൻ സർക്കാർ നടപ്പാക്കിയിട്ടുള്ളതെന്നാണ് ട്രംപ് പ്രധാനമായും ആരോപിക്കുന്നത്. നയങ്ങളും ആഹ്വാനങ്ങളും വെള്ളക്കാരായ ഭൂവുടമകൾക്കെതിരെ ആക്രമണത്തിലേക്ക് നയിച്ചുവെന്നും ഉത്തരവിൽ വ്യക്തമായി പറയുന്നുണ്ട്. അമേരിക്കയ്ക്കും സഖ്യകക്ഷികൾക്കുമെതിരെയുള്ള നിലപാടുകളാണ് ദക്ഷിണാഫ്രിക്ക പ്രധാനമായും കൈക്കൊണ്ടിട്ടുള്ളത്. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ ഇസ്രയേലിനെതിരെ നിലപാടെടുക്കുകയും ഹമാസിനെ അനുകൂലിക്കുകയും ചെയ്തിരുന്നു. വാണിജ്യം, സൈനിക, ആണവ ക്രമീകരണങ്ങൾ വികസിപ്പിക്കുന്നതിന് ഇറാനുമായുള്ള ബന്ധം പുനഃസ്ഥാപിച്ചുവെന്നും ട്രംപ് ശക്തമായി ആരോപിക്കുന്നുണ്ട്. എന്നാൽ പ്രത്യേക അജണ്ടയും തെറ്റായ വിവരങ്ങളും മുൻനിർത്തിയുള്ള പ്രചരണങ്ങളാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് ദക്ഷിണാഫ്രിക്കയും പ്രതികരിക്കുകയുണ്ടായി. തെറ്റിദ്ധാരണകൾക്കും തർക്കങ്ങൾക്കും നയതന്ത്ര പരിഹാരങ്ങൾ കണ്ടെത്താൻ ദക്ഷിണാഫ്രിക്ക പ്രതിജ്ഞാബദ്ധമാണെന്നും മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രത്യേക സാഹചര്യങ്ങളിൽ ഉടമകൾക്ക് നഷ്ടപരിഹാരം നൽകാതെ തന്നെ സർക്കാരിന് ഭൂമി ഏറ്റെടുക്കാൻ കഴിയുന്ന നിയമത്തിൽ കഴിഞ്ഞ മാസം ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് സിറിൽ റാമാഫോസ ഒപ്പുവെച്ചിരുന്നു. വെള്ളക്കാരായ ദക്ഷിണാഫ്രിക്കക്കാരുടെ ഭൂമിയാണ് ഇത്തരത്തിൽ ഏറ്റെടുക്കുന്നതെന്നാണ് ഉയരുന്ന പ്രധാന വിമർശനം. ചരിത്രപരമായി അനീതികൾ പരിഹരിക്കുന്നതിനും പിന്നോക്ക വിഭാഗങ്ങൾക്ക് ഭൂമി പുനർവിതരണം ചെയ്യുന്നതിനുമുള്ള രാജ്യത്തിന്റെ ശ്രമങ്ങളുടെ ഭാഗമാണ് ഉത്തരവെന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. വെള്ളക്കാരുടെ ഭരണം അവസാനിച്ച് 3 പതിറ്റാണ്ടിലേറെയായിട്ടും രാജ്യത്ത് ഇപ്പോഴും അസമത്വം കാര്യമായി നിലനിൽക്കുന്നുണ്ട്. വെറും 7% മാത്രമുള്ള വെള്ളക്കാരിലാണ് രാജ്യത്തെ ഭൂമിയും സമ്പത്തും പ്രധാനമായും കേന്ദ്രീകരിച്ചിരിക്കുന്നത്. പക്ഷെ നിയമങ്ങൾ ഉപയോഗിച്ച് സർക്കാർ തങ്ങൾക്കെതിരെ വംശീയ വിവേചനം കാണിക്കുന്നുവെന്നാണ് വെളുത്ത വർഗ്ഗക്കാർ പ്രധാനമായും ആരോപിക്കുന്നത്.